എത്ര വലിയ ടെൻഷൻ വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പോരായ്മകൾ വന്നാലും അതൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ മുത്തുനബി തങ്ങൾക്ക് കഴിഞ്ഞത് അവിടുത്തെ ഹൃദയവിശാലത കൊണ്ടാണ്. അവിടുത്തെ മനസ്സിന് അള്ളാഹു അത്ര വിശാലത ചെയ്തു കൊടുത്തത് കൊണ്ടാണ്. ഈ ഒരു വിശാലത അള്ളാഹു നമുക്കും ചെയ്തു തരും. കാരണം എന്താ? റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പം മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്നവർ, കടമുള്ളവർ, മറ്റു പ്രയാസങ്ങളുള്ളവർ, രോഗമുള്ളവർ, അലം നശ്റഹ് സൂറത്ത് ഓതിക്കോ ഇൻഷാ അല്ലാഹ്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വറഫഅനാ ലക ദിക്റക്. നബിയെ, തങ്ങളെ പറയലിനെ ഇങ്ങനെ നമ്മൾ ഉയർത്തിയില്ലേ, സാന്ത്വനപ്പെടുത്തുകയാണ്. നബി തങ്ങളെ സമാധാനപ്പെടുത്തുക. തങ്ങളെ ഈ പ്രയാസങ്ങളൊന്നും ഒന്നും ഒരു വിഷയമല്ല, ഈ വരുന്ന ടെൻഷനുകൾ അത് ദുനിയാവിൽ വെച്ച് കഴിഞ്ഞു പോകും. തങ്ങളെ പറയലിനെ അള്ളാഹു ഇങ്ങനെ ഉയർത്തിയില്ലേ, തങ്ങളെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, തങ്ങളുടെ മഹത്വം ഇങ്ങനെ പറയല്ലേ, ഇനി ഖിയാമത്ത് നാൾ വരെ പറയൂല്ലേ തങ്ങളെപ്പറ്റി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നല്ലതിങ്ങനെ മധുഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ലേ തങ്ങളെന്ന് അള്ളാഹു മുത്തുനബി തങ്ങളെ ഇങ്ങനെ സാന്ത്വനപ്പെടുത്തുകയാണ്, സമാധാനപ്പെടുത്തുകയാണ്, മനസ്സിന് സമാധാനം കൊടുക്കുകയാണ്. ഈ ഒരു ആയത്തും സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഖൽബിനും അതുപോലെ സമാധാനവും സ്വസ്ഥതയും റാഹത്തും ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗം മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു അജ്മഈൻ. സ്വഹാബത്തിന് കിട്ടിയ പോലൊരു ഭാഗ്യം ലോകത്ത് വേറൊരാൾക്കും കിട്ടിയിട്ടില്ല, വേറൊരു മഖ്ലൂക്കിനും കിട്ടിയിട്ടില്ല. അത്രയേറെ ഭാഗ്യം ലഭിച്ചവരാണ് അവർ. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഈ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടവരാണല്ലോ. നബി തങ്ങളെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയവരാണ്, അവിടുത്തെ തൊടാൻ അവസരം കിട്ടിയവരാണ്, അവിടുത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ, സംവദിക്കാൻ അവസരം കിട്ടിയവരാണ്, അവിടുത്തോടൊപ്പം ചെലവഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, നിസ്കരിക്കാൻ അവസരം കിട്ടിയവരാണ്. ഇങ്ങനെ തുടങ്ങി മുത്തുനബി തങ്ങളോടൊപ്പം ഊണും ഉറക്കവും ചെലവഴിച്ചവരാണ് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർക്ക് കിട്ടിയ നേട്ടം പോലത്തെ ഒരു നേട്ടം കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമല്ലേ, കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. ഈ സ്വഹാബത്തിന് കിട്ടിയതുപോലൊരു പ്രതിഫലം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ടവർക്ക് കിട്ടിയ കൂലി, നേരിട്ട് മുഅ്മിനായി കണ്ടവർക്ക്, നേരിട്ട് കണ്ടവർ അബൂജഹൽ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇല്ലേ, അബൂലഹബും ഉത്ബയും ഷൈബയും വലീദും ഒക്കെ ആരെ കണ്ടിട്ടുണ്ട്? നബി തങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവർക്ക് നബി തങ്ങളെ കാണുക എന്നുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് കൂലിയായിട്ട് അത് ലഭിക്കണമെങ്കിൽ അവർ മുഅ്മിനാകണമായിരുന്നു. പക്ഷെ മുഅ്മിനാകാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക, കൂലി ലഭിച്ചിട്ടില്ല. എന്നാൽ മുഅ്മിനായി കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു തുടങ്ങി മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവർക്ക് കിട്ടിയ പ്രതിഫലം ഉണ്ടല്ലോ, അവർ മുത്തുനബി തങ്ങളെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, നബി തങ്ങളോടൊപ്പം വിശ്വസിച്ചിട്ടുണ്ട്, നബി തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നബി തങ്ങളുടെ കൂടെ ഉറങ്ങുകയും നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഒരു നേട്ടം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് നിസ്കരിക്കണമെന്ന് നോമ്പ്